Thank you, Raf uncle. I enjoyed this a lot. Hello friends. ഇന്ന് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്തുവാന്ന് വെച്ചാൽ മൊസൈക് റോക്ക് ആർട്ട്. ഇത് ഞങ്ങൾക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് ഗിഫ്റ്റ് ചെയ്തത് സെറീന ആന്റിയും റാഫ് അങ്കിളും ആണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തരാം. ഒരു ഗ്ലൗസ് ഇട്ടത് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ഇത് സേഫ് ആണ്, അതുകൊണ്ടായിരുന്നു ഞാൻ ഇടുന്നത്. ഇപ്പം നെക്സ്റ്റ് ഈ ബോക്സിന്റെ അകത്ത് വരുന്ന സാധനങ്ങൾ എന്തുവാന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്തൊക്കെ സാധനങ്ങളാണ് വരുന്നത്? ഈ ബീഡ്സ് ഒക്കെ ഉണ്ട്. ഇത് ഗോൾഡ് ബീഡ്സ് ആ. എനിക്ക് ഇതിന്റെ അകത്ത് എന്ത് കിട്ടിയെന്നോ, ഒരു ഗോൾഡ് ഫ്ലേക്സ് ഒക്കെ കിട്ടി, കണ്ടാ? വേറെ ഉള്ളത് ഡാർക്ക് ബ്ലൂ ഒരു മെറ്റാലിക് കളർ ബീഡ്സാ. വേറെ ഭയങ്കര ഒരു ഷേപ്സ് ആയിട്ടുള്ള ബീഡ്സാ. ശരി. വേറെ ടീൽ മെറ്റാലിക് കളേഴ്സ്. ഇത് എന്തോന്നു, മറ്റേ ഹോട്ട് പിങ്ക് മെറ്റാലിക് കളർ. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ പിന്നെ വേറെ എന്തൊക്കെയാ വരുന്നത്? വേറെ വരുന്നത് ഗ്രൗട്ട് ആണ്. ഗ്രൗട്ട് എന്ന് പറയുന്നത് അതൊരു പൗഡർ ആണല്ലോ. ഇത് ശരിക്കും സീൽ ചെയ്യാൻ, ഈ ഇതൊക്കെ റോക്സിൽ വെക്കുമ്പോൾ ഈ ഗ്യാപ്പ് ഒക്കെ വരുമ്പോൾ അത് വെള്ളത്തിൽ ഇട്ടിട്ട് കലക്കിയിട്ട് സീൽ ചെയ്യാനാ. ശരി, ഗ്യാപ്പ്. ഈ ബീഡ്സ് എങ്ങനെ ഒട്ടിച്ചു വെക്കുന്നത്? ഓ, ബീഡ്സ് ഒട്ടിച്ചു വെക്കുന്ന ഈ ഗ്ലൂ വെച്ചാ. ഇത് കണ്ടോ? നമ്മുടെ ഫെവിക്കോൾ പോലത്തെ ഗ്ലൂ അല്ലേ? എന്നിട്ട് ഇതും കൂടെ വരും. ഇത് പതുക്കെ ഓരോന്ന് പിക്ക് ചെയ്ത് എടുക്കാണ്. ഓക്കെ, ഗുഡ്. പിന്നെ എന്താ മെയിൻ സാധനം പറഞ്ഞില്ലല്ലോ? റോക്ക് ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 2 റോക്ക് ഇതിന്റെ കൂട്ടത്തിൽ എനിക്ക് വന്നു. ഓ ശരി, എന്താ ചെയ്തേ അപ്പൊ കുഞ്ഞു ആദ്യമേ? അപ്പൊ ആദ്യം നമ്മള് വരയ്ക്കും. ഒരു ഇതുപോലത്തെ പെൻസിലൊക്കെ വെച്ച് ഒരു ഷാർപ്പ് സാധനം വെച്ച് ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് വരയ്ക്കും. ശരി, വരയ്ക്കും. അതില് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്സ് വരും. അപ്പൊ അത് ട്രേസ് ചെയ്യും ഗ്ലൂ വെച്ച്. അല്ലെങ്കിൽ ഒരു റൗണ്ട് ബോൾ ഉണ്ടാക്കുവാണെങ്കിൽ അതിന്റെ ആ റൗണ്ട് ബോളിന്റെ അകത്ത് മൊത്തം ഇടും ഗ്ലൂ. എന്നിട്ട് ഭയങ്കരമായിട്ട് ബ്രഷ് ചെയ്യും. എന്നിട്ട് പതുക്കെ ഇതൊക്കെ എടുത്തിട്ട് പതുക്കെ അവിടെ ഇടും ഇഷ്ടമുള്ള സ്ഥലത്ത്. എന്നിട്ട് ഇതിന്റെ കൂട്ടത്തിൽ ഒരു ബുക്കും കൂടി വരുന്നുണ്ട്. ഈ ബുക്കിന്റെ അകത്ത് ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒക്കെ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇതുപോലത്തെ ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. ഓ, പല രീതിയിൽ ചെയ്യാന്നുള്ളതല്ലേ? ഓക്കെ. അപ്പൊ ഇനി ചെയ്യാൻ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇത് എങ്ങനെ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു ഞാൻ പതുക്കെ ലൈറ്റ് ആയിട്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. കാണാമെന്ന് അറിയത്തില്ല. കണ്ടു. ഗ്ലൂ വെച്ച് പതുക്കെ ട്രേസ് ചെയ്യും. ഈ ഗ്ലൂ അങ്ങ് നോർമൽ കളറായി പോകും. എന്നുവെച്ചാ ഇത് നമ്മൾ ബീഡ്സ് ഇടുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ അത് ഡ്രൈ ആവും. അപ്പൊ കാണത്തില്ല, ഇതുപോലെ ആവും. ശരി, ഓക്കെ. എന്നിട്ട് ഇത് വെച്ച് അതൊക്കെ എടുക്കും, വെക്കും. അപ്പോൾ ഗായ്സ്, ഞാൻ കുറേ നേരമായി വർക്ക് ഓൺ ചെയ്ത പ്രോജക്റ്റ് അവസാനം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് റിസൾട്ട്സ്. ഇവിടെ വെച്ച് ഓക്കെ, ഇപ്പൊ കാണാം. ശരി, നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു ഇത് മീനിങ് എന്തുവാന്ന്? ഹാർട്ടാ ശരിക്കും നടുക്ക്. എന്നിട്ട് വേറെ എന്തോ ഒരു ഓർണമെന്റ് പോലെയൊക്കെ തോന്നുന്നു. നല്ല രസമുണ്ട്, കൊള്ളാം, നൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ബൈ.